ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള bg.sifz എന്ന ഫയൽ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ ഫയൽ ഓപ്പൺ വഴി തുറന്ന് ചന്ദ്രൻ്റെ സഞ്ചാരം എന്ന ആനിമേഷൻ തയ്യാറാക്കുക. സൂചനകൾ: ക്യാൻവാസിൽ ചന്ദ്രൻ്റെ ചിത്രം വരച്ചു ചേർക്കുക. ചന്ദ്രൻ ക്യാൻവാസിൻ്റെ മുകൾ ഭാഗത്തു നിന്നും സഞ്ചരിച്ച് മധ്യഭാഗത്ത് വന്നു നിൽക്കുന്ന രീതിയിലാണ് ആനിമേഷൻ തയ്യാറാക്കേണ്ടത്. ആനിമേഷൻ പ്രവർത്തിപ്പിക്കുക. ഈ ആനിമേഷൻ FLV ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. Using the option File Open in Synfig Studio Software, open the file bg.sifz given in the folder Exam Documents in Home and prepare the animation of the movement of moon as per the instruction given below. Hints: draw a picture of the moon on the canvas. The animation should be done in such a way that the moon moves from the top of the canvas and stop at the middle. Run the animation. Export the animation to FLV format and save it in Exam 10 folder in Home with your register number _ question number as the file name. സിൻഫിക് സ്റ്റുഡിയോ തുറക്കുവാൻ വേണ്ടി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രാഫിക്സ് എന്നതിന് നേരെ സിൻഫിക് സ്റ്റുഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ ഓപ്പൺ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ് ആദ്യത്തെ ഫയൽ തുറക്കേണ്ടത്. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാം ഡോക്യുമെൻറ്റ്സിലാണ് ഫയൽ ഉള്ളത്. അത് തുറക്കുന്നു. bg.sifz എന്നതാണ് തുറക്കേണ്ട ഫയൽ. അത് തുറക്കുന്നു. ഇതിലേക്ക് ചന്ദ്രനെ വരയ്ക്കുവാൻ സർക്കിൾ ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. അതിനു മുമ്പ് ചന്ദ്രന് വേണ്ട നിറം നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഫിൽ കളർ എന്നതിൽ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അനുയോജ്യമായ നിറം തിരഞ്ഞെടുക്കുക. ഇവിടെ കാണുന്ന HSV എന്ന ഓപ്ഷനും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. നിറം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ക്ലോസ് ചെയ്യുന്നു. ചന്ദ്രനെ വരയ്ക്കാൻ വേണ്ടി സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ചന്ദ്രനെ വരയ്ക്കുന്നു. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അതിനെ സൗകര്യപ്രദമായി നീക്കിവെക്കാം. വലിപ്പം ക്രമീകരിക്കുവാനും കഴിയും. ഞാനിപ്പോൾ ഇതിനെ ക്യാൻവാസിന് വെളിയിലേക്ക് പുറത്തേക്ക് നീക്കി വയ്ക്കുന്നു. ഇനി നമുക്ക് ആനിമേഷൻ തുടങ്ങാം. അതിനിവിടെ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ മോഡ് ഓൺ ആക്കേണ്ടതുണ്ട്. ക്ലിക്ക് ചെയ്തു. ഇവിടെ ഇപ്പോൾ 0 ഫ്രെയിമാണ്, ആദ്യത്തെ ഫ്രെയിമാണ്. ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പോകുവാൻ വേണ്ടി ഇവിടെ 120 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീയിൽ അമർത്തുന്നു. അവസാന ഫ്രെയിമിൽ ചന്ദ്രൻ്റെ സ്ഥാനം മാറ്റണം. അതുകൊണ്ട് ചന്ദ്രനെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അവിടെ നിന്നും നീക്കി വയ്ക്കുന്നു. ക്യാൻവാസിൻ്റെ മധ്യഭാഗത്തേക്ക് സെൻറ്ററിലേക്ക് നീക്കി വയ്ക്കുവാനാണ് ചോദ്യത്തിൽ പറയുന്നത്. അതനുസരിച്ച് ചെയ്തു കഴിഞ്ഞു. ആനിമേഷൻ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. ആദ്യ ഫ്രെയിമിലേക്ക് പോകുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. സീക്ക് ടു ബിഗിൻ എന്നിടത്ത് ആനിമേഷൻ കാണുവാനായി ഇനി പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ കാണുന്നു. ഇനി ഇതിനെ FLV എന്ന വീഡിയോ ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യണം. അതിന് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പോർട്ട് ചെയ്യുവാൻ റെൻഡറിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ചൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പിന്നീട് ഹോം സെലക്ട് ചെയ്യുന്നു. Exam 10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. നെയിം എന്ന ഭാഗത്ത് നിലവിലുള്ളത് മുഴുവൻ മായ്ച്ചു കളയുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന് പേര് നൽകുന്നു. ഇനി .FLV എന്നുകൂടി ടൈപ്പ് ചെയ്യുന്നു. വീഡിയോ ഫോർമാറ്റിൽ ഫയൽ സേവ് ചെയ്യപ്പെടണമെങ്കിൽ ഇത് നിർബന്ധമായും ചെയ്തിരിക്കണം. ഇനി ഇവിടെ OK എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ശരിയാണോ എന്ന് ഇവിടെ ഒന്നുകൂടി ചെക്ക് ചെയ്യുവാൻ കഴിയും. ഇനി ഇവിടെ റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫയൽ തുറന്ന് നോക്കാം. ഹോമിലെ Exam 10 ഇതാണ് നമ്മളുടെ ഫയൽ. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. നമ്മളുടെ ആനിമേഷൻ FLV ഫോർമാറ്റിൽ വീഡിയോയായി സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു.